ഇന്ന് ഞങ്ങള് ഇടുക്കി പോയൊരു കഥ പറയാം. ഉണ്ണിയുടെ ഓഫീസ് മേറ്റിന്റെ കുഞ്ഞിന്റെ മാമോദിസ വിളിച്ചായിരുന്നു. അതങ്ങ് ഇടുക്കിയിലെ നാരകക്കാനം പള്ളി വെച്ചിട്ടായിരുന്നു കേട്ടോ. സോ ഇടുക്കി ഡാം കണ്ടിട്ടില്ലാത്ത എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ചാൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാനും കൂടെ കൂടി. അങ്ങനെ ഞങ്ങള് പാട്ടും പാടി പാലായിൽ നിന്നും പുറപ്പെട്ടു. ഇടുക്കി അടുക്കുംതോറും കയറ്റങ്ങളും മനോഹരമായ പച്ചപ്പും ഒക്കെ കണ്ടു തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് പോകുമ്പോഴാണ് അതാ ഒരു പോലീസ് ചെക്കിങ്. നമ്മുടെ ഭാഗത്തെല്ലാം പെർഫെക്റ്റ് ആണല്ലോ, എന്ത് പോലീസ് പറഞ്ഞു വിട്ടോളും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അടിച്ചു കിട്ടി മോനെ 250 രൂപ. എന്തിനാണെന്നറിയോ? പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ. അതിന്റെ ഡേറ്റ് കഴിഞ്ഞു പോയ കാര്യം ഞങ്ങൾ അറിഞ്ഞതേ ഇല്ലായിരുന്നു. പോലീസുകാർ വേണ്ടി വന്ന് ഓർമ്മിപ്പിക്കാൻ. പക്ഷേ ഇതൊന്നും എന്റെ ഇടുക്കി ഡാം കാണാനുള്ള എക്സൈറ്റ്മെന്റ് കുറച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. കാറിൽ ഇരുന്ന് ഞാനിങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കുമായിരുന്നു ഡാം എത്തിയോന്ന്. പിന്നെ ഉണ്ണി എന്നെ കൊണ്ട് ഒരു വലിയ ഗ്രൗണ്ടിൽ ഇറക്കി. ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിലെ ഗ്രൗണ്ട് ആണല്ലോ എന്ന് ഓർത്തത്. അത് കണ്ടവർക്ക് ഇത് ക്ലിക്കാവും. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് അവളെ കണ്ടു. വെളുത്ത് തുടുത്ത് സുന്ദരിയായി നിൽക്കുന്ന ആ ഡബിൾ ആർച്ച് ഡാം. കുറവന്റെയും കുർത്തിയുടെയും കൈപിടിച്ച് നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. ഈ ഒരു വ്യൂ അതിമനോഹരമായിരുന്നു കേട്ടോ. പക്ഷെ അതിന്റെ പേടിപ്പെടുത്തുന്ന മനോഹരമായ മറ്റൊരു ദൃശ്യം ഞാൻ പിന്നീടാണ് കണ്ടത്. അത് വഴിയെ കാണിച്ചു തരാം. മുന്നിൽ നിന്നതാ വളരെ ശാന്തമായ ഒരു കൊച്ചു കുഞ്ഞ്. അടുത്ത് ചെന്ന് തൊട്ടു നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനാ കാണുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടിയാണെന്ന് ഓർക്കേണ്ടതുണ്ടല്ലോ. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാം തന്നെയാണിത്. ഡബിൾ ആർച്ചാണ് കേട്ടോ ഇതിന്. വെർട്ടിക്കലും ഹൊറിസോണ്ടലും കേർഡ് ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ തൊട്ട് താഴെ നിന്ന് മേലോട്ട് നോക്കിയ മഴ നനയാതെ ഡാം നമുക്ക് മേലെ ഒരു കുട പോലെ വളഞ്ഞു നിൽക്കുന്ന കാണാനാകും. അതുപോലെ തന്നെ സൈഡിലേക്കും കേർവ്ഡ് ആണ്. അങ്ങനെ അതിന്റെ ചോട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അടുത്തോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല കേട്ടോ. ഈ കാണുന്ന ഗേറ്റ് വരെ നിൽക്കാനുള്ള അനുവാദമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മാമോദിസ കൂടാനായിട്ട് പള്ളിയിലെത്തി. ചടങ്ങുകളൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ എടുത്ത് വേഗം ഇറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ കാൽവരി മൗണ്ട് ആണ് കേട്ടോ. അങ്ങനെ മാപ്പ് ഇട്ടു. സൈഡിലിരുന്ന് മാപ്പ് നോക്കി വഴി തെറ്റിക്കുന്ന പരിപാടി വഴി തെളിക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾ കാൽവരി മൗണ്ട് എത്തി. കാർ പാർക്ക് ചെയ്യാനായിട്ട് 25 രൂപയായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇതാണ് ആ വ്യൂ പോയിന്റിലേക്കുള്ള വഴി. 2 സൈഡിലും ചെടികളൊക്കെ വെച്ച് മനോഹരമായിട്ടൊരു വഴിയാണ് കേട്ടോ ഇത്. അങ്ങനെ തുള്ളിച്ചാടി ഞങ്ങൾ ആ വ്യൂ പോയിന്റിലെത്തി. വ്യൂ പോയിന്റിലെത്തി കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ഒറ്റ നോട്ടത്തിൽ എന്റെ ഹൃദയം അങ്ങ് കവർന്നുകൊണ്ടുപോയി. അത്ര മനോഹരം. പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ച ഒരു ദൃശ്യവിരുന്ന് തന്നെയാണിത്. ഇടുക്കി എത്തുന്നവർ ഉറപ്പായിട്ട് ഇത് കണ്ടിരിക്കണം. ആർക്കായാലും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ കാഴ്ച. പച്ചപ്പും കുന്നുകളും വെള്ളമൊക്കെ ആയിട്ട് എന്ത് രസാണ്. ഇത് ഇടുക്കി ഡാമിന്റെ റിസർവോയർ ഏരിയ ആണ് കേട്ടോ. മാപ്പിൽ നോക്കുവാണെങ്കിൽ ഇതാണ് ഇടുക്കി ഡാം. ഞങ്ങൾ നാരകക്കാനം പള്ളിയിൽ നിന്ന് കാൽവരി മൗണ്ട് എത്തി. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ കാണുന്ന ഹിൽ വ്യൂ പാർക്കാണ്. ഇത് ഇടുക്കി ഡാം, ഇത് ചെറുതോണി ഡാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ഈ ഡാം പെരിയാർ നദിയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. 1976 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് 1932 മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോൺ എന്ന ഒരു മനുഷ്യൻ ഇടുക്കിയിൽ നായാട്ടിന് പോയപ്പോൾ കൊലുമ്പൻ എന്ന ആദിവാസിയെ കണ്ടുമുട്ടി. അതാണ് ഇതിനെല്ലാം തുടക്കം. ഈ കൊലുമ്പൻ വഴികാട്ടിയായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂടി. അങ്ങനെ കുറവൻ കുറത്തി മലയിടുക്കുകൾക്കുള്ളിലൂടെ ഒഴുകുന്ന പെരിയാറിനെ കാട്ടിക്കൊടുത്തു. അപ്പൊ അണ കെട്ടിയാൽ ജലസേചനത്തിനും വൈദ്യുതിക്കും ഉപകാരപ്പെടുമെന്ന് ചിന്തിച്ച ജോൺ എഞ്ചിനീയർമാരുടെ ഒക്കെ സഹായത്തോടെ ഓടി നടന്ന് ഇങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുകയായിരുന്നു കേട്ടോ. ഇതിന്റെ പ്രധാന അണക്കെട്ട് എന്ന് പറയുന്നത് ഷട്ടർ ഒന്നുമില്ലാത്ത ഈ 2 മലകളെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച ഈ അണക്കെട്ടാണ്. ഇതുമൂലം കെട്ടി നിർത്തിയ വെള്ളം ചെറുതോണി പുഴയിലൂടെ ഒഴുകി പോകാതെ ഇരിക്കാൻ ഷട്ടറുകളോടെ ചെറുതോണിയിലും കിളിവള്ളിത്തോടിലൂടെ ഒഴുകി പോകാതിരിക്കാൻ കുളമാവിലും അണക്കെട്ടുകൾ നിർമ്മിച്ചു. അങ്ങനെ ഈ 3 അണക്കെട്ടുകൾ കൂടുന്നതാണ് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. 555 അടിയാണ് ഇടുക്കി ഡാമിന്റെ ഉയരം. ഇതിന്റെ നിർമ്മാണത്തിനിടെ 15,000 തൊഴിലാളികളിൽ 85 പേര് മരണപ്പെട്ടതായിട്ടാണ് കേട്ടോ റിപ്പോർട്ട്. ഇത് ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ മാത്രമാണ് കേട്ടോ. ഈ ഡാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട് കേട്ടോ. ഇത്ര പ്രത്യേകതകൾ ഉള്ളതാണ് ഇതിന്റെ നിർമ്മാണവും ബാക്കി കാര്യമൊക്കെ. സോ ആ കൊലുമ്പിനെയും ഈ ഡാം യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്.
അത്ര സൂപ്പർ ഇന്റലിജന്റ് ആയിട്ടൊരു കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. കാൽവരി മൗണ്ടിലെത്തിയ ഞങ്ങൾ കുറച്ചു നേരം അവിടെ കാറ്റ് കൊണ്ട് നടന്നു. പിന്നെ ഭംഗി ആസ്വദിച്ച് അവിടെ ഇരുന്നു. സ്റ്റേ ചെയ്തുകൊണ്ട് ഭംഗി ആസ്വദിക്കാൻ റിസോർട്ടുകളൊക്കെ അടുത്ത് കാണാട്ടോ. അതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഹിൽ വ്യൂ പാർക്കിലോട്ടാണ് കേട്ടോ. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെ അതിമനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്നത് ദാ ഇവിടെ നിന്നാണ് കേട്ടോ. അതിനായിട്ട് ഉയരത്തിലൊരു വ്യൂ പോയിന്റ് ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. എന്ത് രസമാണ് നോക്ക്. പാർക്കിലോട്ട് കയറി വരുന്ന ഉടനെ ഇടുക്കി ഡാമിന്റെ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ പേടിപ്പെടുത്തുന്ന കാഴ്ച. ആ ഇടുക്കി ഡാമിന്റെ റിസർവോയർ ഏരിയ എത്ര വലുതാണെന്ന് നോക്കിക്കേ. ഡാമിന് പിന്നിൽ വന്ന് നോക്കുമ്പോൾ അതോ ഇത്രയധികം വെള്ളമാണല്ലോ ഇതിന് പിന്നിലെന്ന് ഓർക്കുമ്പോൾ പിന്നെ താഴെ വന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു പേടി തോന്നില്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ കാഴ്ചയൊക്കെ കിടിലാണ്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് അതിന് മുമ്പിൽ വെക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഇത്രയും വെള്ളമാണല്ലോ തടഞ്ഞു നിർത്തിയേക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഭയം. ഈ പാർക്കിലാണെങ്കിൽ ഭക്ഷണ സൗകര്യങ്ങളും വിശ്രമത്തിനായി ഒരുക്കിയ ഇടങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ അടിപൊളി ഒരു തടാകം ഉണ്ട് കേട്ടോ. അവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ്, പെഡൽ ബോട്ടിംഗ് എന്നിങ്ങനെ പല ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. എൻ്റെ വഴിയേ തിരിച്ചു പോകുന്നു. അപ്പോൾ പുതിയ ട്രാവൽ വ്ളോഗും ഡെയിലി വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.